നമസ്കാരം. ഞാൻ അൻപിൻ ഡേവിഡ് കോശി, സെന്റ് അലോഷ്യസ് സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. പൊതുപരീക്ഷകൾ എഴുതുമ്പോൾ വിദ്യാർത്ഥികൾ ചെയ്ത് കാണാറുള്ള തെറ്റുകളുണ്ട്. അപ്പൊ അതിനെപ്പറ്റി സാറൊന്ന് വിശദീകരിക്കാം. പൊതുപരീക്ഷകൾ എഴുതുമ്പം ചില കുട്ടികൾ നമുക്ക് ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും ചെയ്യുന്നു. അതെല്ലാം നമ്മുടെ മാർക്ക് കുറയാനുള്ള കാരണമായിരിക്കും. അപ്പോൾ അതാദ്യമായിട്ട് ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ചോദ്യം വായിക്കാതെ ഉത്തരം അങ്ങ് എഴുതി കളയും. അവസാനം എല്ലാം കഴിയുമ്പോൾ അയ്യോ ഈ ചോദ്യത്തിന് ഉത്തരം അതല്ലല്ലോ എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂളപ്പ് ടൈമുണ്ട്. കൂളപ്പ് ടൈം 15 മിനിറ്റ് നമുക്ക് തരുന്നുണ്ട്. ആ സമയത്ത് നമ്മളത് നന്നായിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചിട്ട് എന്താണ് ഉത്തരം നമുക്ക് എഴുതേണ്ടിയിരിക്കുന്നത് അതേക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാക്കണം. അതാണ് ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമതായിട്ട് നമ്മുടെ സമയമാണ്. ഓരോ പരീക്ഷകൾക്കും അതിനൊരു അല്ലെങ്കിൽ ഉത്തരത്തിനനുസരിച്ചുള്ള ഒരു മാർക്കുണ്ട്. എത്ര കൂടുതൽ എഴുതിയാലും ആ മാർക്ക് കൂടുതൽ കിട്ടത്തില്ല. സാധാരണ എനിക്ക് തന്നെ SLC പരീക്ഷ അന്നത്തെ കാലത്തൊന്നുമില്ല. SLC പരീക്ഷ എഴുതിയപ്പോൾ 16 മാർക്കിന് മലയാളം പേപ്പർ എഴുതിയിട്ട് 16 മാർക്ക് തന്നെ എനിക്ക് കിട്ടി. കാരണം 16 മാർക്കിൻ്റെ പരീക്ഷ എഴുതിയപ്പോഴത്തേക്ക് ബെല്ലടിച്ചു, പേപ്പർ എൻ്റെ ഇത് മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അന്നത്തെ കാര്യത്താണ്. അപ്പോൾ 16 അടുത്ത പേപ്പറിനൂടെ മാർക്ക് കൂടുതലും മേടിച്ചിട്ടുണ്ട്. സെക്കൻഡ് പേപ്പറിന് മാർക്ക് കൂടെ വാങ്ങിയുകൊണ്ടാണ് അന്ന് എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് അത് പ്രത്യേകമായ ഒരു ശ്രദ്ധ വേണം. നമ്മുടെ മാർക്കും അതുപോലെ നമ്മുടെ പരീക്ഷയുടെ സമയവും അപ്പോഴത്തെ നിലയും എല്ലാം കണക്കിലെടുത്ത് വേണം പരീക്ഷ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ശരിയായിട്ട് വേണം. പിന്നെ ഈ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ആ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിനും നമ്മൾ കുറച്ച് സമയം അതുവേണ്ടി ആലോചിച്ചുകൊണ്ട് ഒരുപാട് നേരം ഇരിക്കരുത്. അതിനായിട്ടുള്ള സംഗതി എഴുതണം. പിന്നെ ചില കുട്ടികളുണ്ട് അറിയാൻ മേലാത്ത ചോദ്യമാണ് കുട്ടികളെ. അങ്ങനെ വിടരുത്. ഒരു ചോദ്യവും വിടരുത്. എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാം. ഉത്തരം എഴുതാനായിട്ട് നമ്മൾ 5W and 1H എന്നൊരു തത്വമുണ്ട്. എന്നുവെച്ചാൽ വാട്ട്, ഹൗ, വെൻ, വൈ എന്നുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യത്തോട് തന്നെ ചോദിച്ചാൽ കുറേ വിവരങ്ങൾ കിട്ടും. ആ വിവരങ്ങളോട് പിന്നെയും ഇതുപോലെ ചോദിച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ വിവരങ്ങൾ എഴുതാം. ആ വിവരങ്ങൾ എഴുതുമ്പോൾ മാർക്ക് എന്തായാലും കുറച്ച് തരാതിരിക്കാൻ കഴിയില്ല. പിന്നീട് ഞാൻ പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യകാലത്തെ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു കല്ലുകടി പോലെയാണ്. അപ്പോൾ കല്ലുകടിയിൽ നമ്മൾ വരുത്തരുത്. ഈ കല്ലുകടി എന്ന് പറയുന്നത് പേപ്പർ നോക്കുന്ന ആളിനൊരു വിഷമം വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഹാൻഡ് റൈറ്റിംഗ് ഒരു പ്രത്യേക കാര്യമാണ്. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞതിൻ്റെ കൂട്ട് ആദ്യ പേജ് മനോഹരമാണ്. പിന്നെ ഈസി ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം എഴുതണം. ഉത്തരം എഴുതുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ആ ഈസി ചോദ്യം എഴുതുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ഇതിങ്ങനെയാണ്. അപ്പോൾ പരീക്ഷ എഴുതുന്നതിനൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ഈസിയായ ചോദ്യം എഴുതണം. എന്നാൽ അതിൻ്റെ ക്രമം ഒരുപാട് തെറ്റിക്കുകയും വേണ്ട. ഉത്തരക്കടലാസ് നമുക്ക് പരിശോധിക്കുന്ന ഉണ്ട്. അവർ എപ്പോഴും നമ്മളത് പരിശോധിച്ച് നമ്മൾ ടെൻഷൻ ആകരുത്. എത്ര പേപ്പർ എഴുതി, എന്തെഴുതി, അല്ലെങ്കിൽ മറ്റേ കുട്ടി ഒരുപാട് പേപ്പർ മേടിച്ചോ എന്നൊക്കെയുള്ള ടെൻഷൻ ചില കുട്ടികൾക്കുണ്ട്. ആ ടെൻഷനൊന്നും വേണ്ട. അയാൾ പേപ്പർ മേടിച്ചോട്ടെ, നമുക്കറിയാവുന്നതല്ലേ എഴുതാൻ വെക്കും, അതും എഴുതണം. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ എഴുതുന്നതിൻ്റെ അകലങ്ങളൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചോദ്യരീതി എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് അതിന് വളരെ എളുപ്പമുള്ളത് ഒരു 5 വർഷത്തെ ചോദ്യ പേപ്പറുകൾ പരിശോധിക്കുക. ആ ചോദ്യം നമ്മൾ ക്ലാസ്സുകളിലെ ബുക്കുകളിൽ പറയുന്നതിൻ്റെ കൂട്ട് അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ പറയുന്നതിൻ്റെ കൂട്ടല്ല ചോദ്യങ്ങൾ വരുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിനൊരു രീതിയുണ്ട്. ആ രീതി മനസ്സിലാക്കാൻ ഒരു 5 വർഷത്തെ ചോദ്യങ്ങൾ എടുത്ത് നന്നായി പരിശോധിച്ചാൽ അത് ഏത് രീതിയിലാണ് ആ ചോദ്യം വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അത് നമുക്ക് നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഏതൊക്കെ എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ള ഐഡിയ കിട്ടും. ഇത് പ്രധാനമായിട്ട് വെക്കണം. അതിന് പഴയ ചോദ്യ പേപ്പർ എടുത്ത് വായിച്ചാൽ മതി. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഓർഡർ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എഴുതുന്ന മാറ്ററിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ ഒന്നാമത്തെ ചോദ്യം ആദ്യം, രണ്ടാമത്തെ ചോദ്യം ഓർഡർ കഴിയുന്നത്ര കീപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ അറിയാൻ മേലാത്തത് ആദ്യം കയറി എഴുതണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോകില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് നമ്മൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടാവും.